ഹായ്, ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് DJIയുടെ മിനി 4 പ്രോയാണ്. ഇത് പുതിയൊരു മോഡലാണ്. ഡ്രോൺ അറിയാമല്ലോ, നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇത് നല്ല ഹാൻഡി ടൈപ്പാണ്. അധികം സൈസിൽ വെയിറ്റില്ല. അതായത് 249 ഗ്രാമാണ്. നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എങ്ങനെ സ്പെക്ക് കാര്യങ്ങൾ ഞാൻ പറയാം. ഓൾറെഡി പറഞ്ഞല്ലോ, 249 ഗ്രാം. അതായത് 250 ആ ഒരു മോളിൽ റേഞ്ചിൽ തന്നെയാണെങ്കിൽ നമുക്ക് പലയിടത്തും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഡ്രോൺ പല റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളുണ്ട്. 249 നമുക്ക് പറപ്പിക്കാൻ സാധിക്കും. ഇത് റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റും. ഇനി ഇതിൻ്റെ റിമോട്ടും കാര്യങ്ങളൊക്കെ പറയാം. ഓൾറെഡി ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ ജോയ്സ്റ്റിക്കിൻ്റെ ആ ഒരു പാർട്ട് വരുന്നത്. 2 വരും. ഇത് വന്നിട്ട് ഇതിൽ നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പതുക്കെ വെക്കുക. അടുത്തതും അതേപോലെ തന്നെ. ഇതെന്തുകൊണ്ടാണ് ഞാനിപ്പോൾ എടുത്ത് എന്ന് വെച്ചാൽ എനിക്കിതിൻ്റെ ബാഗുണ്ട്. ആ ബാഗിൽ ഇത് നമ്മൾ ഈ രീതിയിൽ വെക്കണമെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവർ ആ ഒരു മേക്ക് ചെയ്തേക്കണം. ഇത് ബാക്കിലായിട്ട് ഈ ഒരു ഭാഗത്താണ് ഇത് വെക്കണം, ഈ 2 ഏരിയയിൽ. ഇത് അങ്ങനെ ഫിറ്റ് ചെയ്ത് ഇപ്പോൾ അപ്പ് ഡൗൺ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്. പിന്നെ ഇത് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ ഇതിന് വേണ്ടിയാണ്. പിന്നെ ഇത് പവർ ബട്ടൺ. പിന്നെ ഇത് നമുക്കിപ്പോൾ എന്തെങ്കിലും എമർജൻസി ലാൻഡിങ് അല്ലെങ്കിൽ പോസ് ചെയ്യണം, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വന്നെയാണെങ്കിൽ ഇത് നെക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ എച്ച് എന്ന് വെച്ചാൽ ഹോമിലോട്ട് തിരിച്ച് വരും. ആ ഡ്രോൺ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് തിരിച്ച് വരും അത്. പിന്നെ ഉള്ളത് 3 മോഡാണ്: സിനിമാറ്റിക്, നോർമൽ, സ്പോർട്സ്. സിനിമാറ്റിക് മോഡെന്ന് വെച്ചാൽ ഒരു എന്താ നമ്മൾ പറയുക, സിനിമയിലൊക്കെ കാണുന്ന പോലെ നല്ലൊരു സിനിമാറ്റിക് എഫക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ നോർമൽ ഇപ്പോൾ സാധാ നമ്മൾ എടുക്കുന്ന സീൻസ് എടുക്കുന്ന കാര്യത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. സ്പോർട്സ് ഓൾറെഡി അത്ര അതിൽ സെൻസർ വർക്ക് ചെയ്യില്ല, അങ്ങനെ ഒരു രീതിയാണത്. അപ്പോൾ അത്ര സ്പീഡായിരിക്കും അത് നമ്മളെടുക്കുമ്പോൾ. അതായത് എവിടെയെങ്കിലും ഇടിക്കണമെങ്കിലൊക്കെ അത് അങ്ങനെ പെട്ടെന്ന് ഇടിക്കും, അതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ. പിന്നെ ഇത് 2 ആൻറ്റീന. ഇതിൻ്റെ റേഞ്ച് റേഞ്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. 20 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച്. അതായത് ഓൾമോസ്റ്റ് നമുക്ക് നല്ലൊരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട്. പിന്നെ അടുത്ത് വന്നത് റിമോട്ടിൽ തന്നെ വന്ന അടുത്ത കാര്യം, ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും വീഡിയോ എടുത്തുകൊണ്ടെങ്കിൽ ഇതിൽ തന്നെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫോട്ടോ, അതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, ക്യാമറ ഫോട്ടോ കാര്യങ്ങൾ. പിന്നെ ഇത് അതിൻ്റെ ലെൻസ് ഓരോ ഇതിൽ ടിൽറ്റ് മോഷൻസും കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അത് ഓരോരുത്തരുടെ രീതിയിൽ ചെയ്യാം. പിന്നെ അടിയിൽ നമുക്ക് ഇതിൽ കസ്റ്റമൈസ് ചെയ്യാം. ഒരു C1 എന്ന് വെച്ചാൽ നമുക്ക് ഒരു രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. ഇതടുത്തത് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ നമ്മളിപ്പോൾ നോർമൽ എങ്ങനത്തെ ആളെടുക്കുന്ന വീഡിയോ എങ്ങനത്തെ രീതിയിലാണെന്ന് വെച്ചാൽ ആ രീതിയിൽ നന്നായിട്ട് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു രീതിയുണ്ട്, എനിക്ക് ആ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എവിടെ ട്രിപ്പ് പോകണതാണ്, അപ്പോൾ എന്നെ ഫോളോ ചെയ്ത് അങ്ങനെയൊക്കെ വന്നെങ്കിൽ ട്രാക്കിംഗ് ഉണ്ട് കേട്ടോ. ഞാൻ പറയാൻ വിട്ടു. ഇതിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റ് എന്തെങ്കിലും ട്രാക്ക് ചെയ്യണമെങ്കിൽ അതിൽ സാധിക്കും. പിന്നെ അത് ഞാൻ വീഡിയോയിൽ മുന്നോട്ട് കാണിക്കാം. പിന്നെ ഇതിൽ ഞാൻ ഓൾറെഡി കസ്റ്റമൈസ് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഇങ്ങനെ നമ്മൾ ആ സ്വിച്ച് കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ആ ഒരു സീൻസ് എടുക്കാൻ പറ്റും. ഏത് രീതിയിലാണ് ഏത് രീതിയാണ് മോശം പോണതും കാര്യങ്ങളും. പിന്നെ അത്രേ ഉള്ളു. ഡിസ്റ്റൻസിൻ്റെ ഞാൻ പറഞ്ഞ്. പിന്നെ ചിലയിടത്ത് നമ്മുടെ നാട്ടിൽ എന്തായാലും റെസ്ട്രിക്ഷൻസ് ചിലയിടത്ത് കാണിക്കും. ആ അടുത്ത് പറപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. ഞാൻ ഒരു കാര്യം പറയാൻ പറ്റും. ഇതിൽ മെമ്മറി കാർഡ് ഉണ്ട്, മൈക്രോ SD. പിന്നെ ഇതിൽ Type-C പോർട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ചാർജ് ചെയ്യേണ്ട ആ ഒരു ഓപ്ഷൻസാണ് വരുന്നത്. അത്രയാണ് കാര്യങ്ങൾ. ഇനി ഞാൻ ഡ്രോൺ, നമ്മുടെ ഐറ്റം ഇതിവിടെ വെക്കാം. ഇതാണ് ഡ്രോൺ. ഇതിൽ വന്നിട്ട് ഫാനും കാര്യങ്ങളും എല്ലാം നല്ല ഇതാണ്. ഇത് തന്നെയുണ്ട്. നമുക്ക് കാണുന്നുണ്ടല്ലോ നിങ്ങൾ, നമ്മൾ ലാൻഡിങ്ങിന് വേണ്ടിയുള്ള ആ ഒരു സാധനം. അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ട് അതിൻ്റെ പൊങ്ങുമ്പോഴുള്ള ആ ഒരു യൂസ്. പിന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യാനും അതുകൊണ്ടുള്ള സൗകര്യമാണ്. കണ്ട, ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം, പ്രസ് ചെയ്യുമ്പോൾ അങ്ങനെ പോണാണ്. അതേപോലെ തന്നെ അടുത്തതും
ഇങ്ങനെ തന്നെ വിടുക, ഇതും വിടുക. ഓക്കെ, ഇതാണ് ഇങ്ങനെയാണ് ഡ്രോൺ വരുന്നത്. പിന്നെ ഇതിൽ പവർ ബട്ടണും കാര്യങ്ങളും ഇതിലും വരുന്നുണ്ട്. ടൈപ്പ് സി പോർട്ട്, പിന്നെ മൈക്രോ എസ് ഡി തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ഓക്കെ ഇപ്പോൾ തന്നെ പറയാം അതിനെപ്പറ്റി. ഇതാണ് ബാറ്ററി വന്നിട്ട്. ഓക്കെ, ഓൾമോസ്റ്റ് നമുക്ക് നമ്മുടെ മാക്സിമം യൂസേജിന് ഇത് എന്തായാലും വളരെ യൂസ്ഫുള്ളാണ്. മാക്സിമം തന്നെ യൂസ് ചെയ്യാം, ഏതൊരാൾക്കും നല്ല. അപ്പോൾ ഇതിൻ്റെ MAH വരുന്നത് 2000 ഞാൻ പറഞ്ഞു. അത് ഓൾറെഡി ഒരു 20 മിനിറ്റ്സ് ഫ്ലൈറ്റാണ്. അത് അത്ര യൂസ് ചെയ്യാൻ പറ്റും. അത് വന്നിട്ട് അറൗണ്ട് അത് ഡിപ്പെൻസ്, വെതറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 2950 ആണ് MAH. 2950 അതാണ് MAH. ഓക്കെ, അതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ബാക്കി വന്നിട്ട് 4 ഇങ്ങനെയാണ്. ഇവിടെയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് ഓപ്പൺ ആക്കണത്. ഇതൊരു സേഫ്റ്റി മെഷേഴ്സിന് വേണ്ടി അവർ വെച്ചേക്കണതാണ് കാര്യങ്ങൾ. പിന്നെ ഇവിടെ വന്നിട്ട് അതിൻ്റെ വെയിറ്റും കാര്യങ്ങളും ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തത്. അതിൻ്റെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ലാൻഡ് ചെയ്യുന്ന ഹോം പൊസിഷനിലേക്ക് വരുമ്പോഴുള്ള ലാൻഡിങ് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതിനാണ് ഈ ലൈറ്റും കാര്യങ്ങളും. പിന്നെ വന്നിട്ട് ക്യാമറ 360 ഫുൾ, അതൊക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എല്ലാം ഇതുപോലെ തന്നെ. പിന്നെ സെൻസേഴ്സ് ഇവിടെ പറഞ്ഞുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു 1 2 3 4 5 6 ഓൾമോസ്റ്റ് ഒരു 6 സെൻസേഴ്സ് ഉണ്ട് ഇല്ലേ. പിന്നെ നല്ലൊരു കളർഫുള്ളാണ് സംഭവം. പിന്നെ അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. പിന്നെ ഇതിനൊരു ഫിൽറ്റർ വരുന്നുണ്ട്, അതാണിത്. എനിക്ക് പിടിക്കുക. പിന്നെ റിമോട്ട് അതുപോലെ തന്നെ നമുക്കിവിടെ വെച്ച് ഇതിൻ്റെ ഒരു ട്രയൽ റൺ നടത്താം. എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാണിക്കാം. ഒരു പ്രാവശ്യം നിൽക്കുക, പിന്നെ ഒന്നുകൂടി നിൽക്കുക, അപ്പോൾ ഒരു സൗണ്ട് വരും. കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, സിമ്പിളാണ്. സാറ്റലൈറ്റ് ലോഡായി വരണം. ലോഡായിട്ട് ഇപ്പം മാക്സിമം യൂസ് കഴിഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആ ഒരു ടൈം കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി അത് ലൈവാണ് സംഭവം. ഇനി ഇവിടെ ഒരു ഇത് കണ്ടോ നിങ്ങൾ? ഇപ്പോൾ ഓൾറെഡി അത് ഓക്കെയാണ്. സാറ്റലൈറ്റിൻ്റെ ഒരു പണം 30 എന്നൊക്കെ പറഞ്ഞ് കണ്ടായിരുന്നു. അത് വന്നിട്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ആദ്യം നമ്മളിത് ഓണാക്കുന്ന സമയത്ത് ഒരു റെഡ്, ഇപ്പുറത്ത് കാണുന്ന പോലെ, ഹോമിൻ്റെ കാണുന്ന പോലെ അതൊരു റെഡ് കളറായിരിക്കും. കാരണം നമ്മൾ ചിലയിടത്ത് സാറ്റലൈറ്റ് കണക്റ്റ് ആവണം, എന്നാലേ ഇത് നമുക്ക് ഓക്കെ ആയിട്ട് വരുള്ളൂ, ഇല്ലെങ്കിൽ കിട്ടൂല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇത് ഓക്കെയാണ്, കംപ്ലീറ്റ്ലി സാറ്റലൈറ്റ് അപ്രൂവ്ഡ് ആണ്. നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇതിൻ്റെ അപ്പ് കാര്യങ്ങൾ ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം. നോർമൽ എല്ലാത്തിലും ഉള്ള പോലെ തന്നെ റെക്കോർഡ് വീഡിയോ, നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത വീഡിയോസ് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത വീഡിയോസാണ്, ഓൾമോസ്റ്റ് ഉണ്ട്, കുറേ ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ഞാൻ ഇവിടെ പറഞ്ഞ പോലെ ഇത് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇവിടെ ഫോട്ടോസ് കാണാം. ഇത് വീഡിയോ പല മോഡുകളാണ്. നൈറ്റ്, സ്ലോ മോഷൻ, ഇതിൽ തന്നെ മാസ്റ്റർ ഷോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫോട്ടോ മോഡുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ ഈ ആരോ പോയിന്റ്. പിന്നെ വന്നിട്ട് വേറെ ഓക്കെ, നമ്മളിത് ഫ്ലൈ ചെയ്യാൻ പോണെയാണ്. ജസ്റ്റ് കാണാം. നീരുന്നുണ്ടോ?